السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدث بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون. സൂറത്ത് സാഫാത്ത് 158 വചനം. വിഷയത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നമ്മളൊരുപാട് വാത് കേട്ടിട്ടുണ്ട്. നമ്മൾ ധാരാളം ദിക്ർ ദുആകളൊക്കെ ചൊല്ലുന്നവരും വാങ്ങുന്നു. നമ്മൾ രാവിലെയും വൈകുന്നേരം ചൊല്ലുവാണ് ദിക്റുകൾ. നമ്മളെന്ത് ചെയ്യുന്നു? ചില പുസ്തകങ്ങളിലും മൊബൈലുകളൊക്കെ നാക്കാം. അത് നമ്മൾ ചൊല്ലേണ്ടത് രാവിലെ ചൊല്ലേണ്ടത് സുബഹിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിൽ ചൊല്ലി തീർക്കണം എന്ന് പ്രബലമായ വല്ല റെക്കോർഡുകളിലും നബി സഹാബത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബി റിപ്പോർട്ട് ചെയ്തിട്ടോ? വൈകുന്നേരം ചെല്ലാനുള്ള ദിക്ർ ദുആകൾ അസ്ർ നിസ്കാരത്തിന് ശേഷം മഗ്‌രിബിന് മുമ്പായി ചൊല്ലണം എന്ന് നമുക്ക് ഏതെങ്കിലും സ്വീകാര്യമായ നബി സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഫർളായ കാല അമലും ഉപേക്ഷിച്ചുകൊണ്ട് ഇയാൾക്ക് സുന്നത്തുകളാണ് ആ ദിക്റുകളൊക്കെ ചൊല്ലേണ്ടത് എന്നും പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ദിക്റുകളാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നമുക്ക് ആരാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ബിദ്അത്തുകളും നമ്മൾ കയറി വരുന്നുണ്ട്. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പാരമ്പര്യമായി ചെയ്തു വന്ന പല ബിദ്അത്തുകളും നമുക്ക് ഉപേക്ഷിക്കാൻ മടിയാണ്. ഇപ്പോൾ ഭാര്യയെ തൊട്ടാൽ ഉദു മുറിയാം എന്ന് നമ്മൾ സുന്നി സമസ്തയിൽ ആളുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുജാഹിദായാലും ഭാര്യനെ തൊട്ടില്ല. കാരണം ഉദു മുറിയും നമ്മളങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നപോലെ അശുദ്ധിയുള്ള സമയത്ത് നിഫാസ് പോലെ അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഇബ്ലീസ് ഉണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ നിയമം അല്ലാഹു റസൂലും പഠിപ്പിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമസ്തയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു ശുദ്ധീകരിക്കുമ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങൾ ഇനിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം. നമ്മൾ രാവിലെ ചൊല്ലാൻ ദിക്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. പഠിച്ചവൻ്റെ തൗഫീഖോട് കൂടിയിട്ട് നമ്മളെ എപ്പോഴാണ് എഴുന്നേക്കുന്നത് രാവിലെ ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാം. മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഉച്ചവരെ നമുക്ക് ചെല്ലാം. അത് മാത്രമല്ല, ധാരാളം ദിക്ർ വേറെയുമുണ്ട്. നമ്മൾ ഈ പുസ്തകത്തിൽ എഴുതി കാട്ടിയല്ലേ മൊബൈലുള്ള ദിക്റുകൾ മാത്രമല്ല, ദുആകളുണ്ട്. അത് നമുക്ക് രാവിലെ എഴുന്നേക്കുന്ന മുതൽ നമുക്ക് എന്ത് ചെയ്യും? രാവിലെ ചെല്ലാനുള്ളതെന്ന് പറഞ്ഞാൽ ഉച്ചവരെ ചെല്ലാം. ഉച്ചയ്ക്ക് ശേഷം ചെല്ലാനുള്ളത് ളുഹ്ർ നിസ്കാരത്തിന് ശേഷം നമുക്ക് ഉറങ്ങുന്നവരെ ചൊല്ലാം. അങ്ങനെ ചെല്ലിയെങ്കിൽ കൂലി കിട്ടുള്ളൂ എന്ന് ആര് പഠിപ്പിച്ചു തന്നു? അങ്ങനെ അത് വിശ്വസിച്ചുകൊണ്ട് എന്തുണ്ട്? നമ്മളെ ഈ ക്ലാസ്സിൽ ഫർദായ ഒരു കാര്യം അമലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫർദ് കഴിഞ്ഞു സുന്നത്ത് നമസ്കാരം, സുബഹി നമസ്കാരം ഫർദ് കഴിഞ്ഞു. മറ്റൊരു ഫർദ് കഴിഞ്ഞു തജ്വീദോട് കൂടി ഖുർആൻ പറയണം. മറ്റൊരു ഫർദിലാണ് ഇപ്പം നമ്മൾ ഖുർആൻ ഹദീസ് മർസൂ വായിച്ച് പഠിക്കുക. ഇത് ഫർദായ കാര്യമാണ്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് ഇതിന് പ്രയോജനപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുക. നമസ്കാരം വരെ നിർബന്ധമാക്കിയത് 13ാമത്തെ വർഷമാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പിന്നെ ബാക്കിയുള്ള 10 വർഷങ്ങളിലാണ് മനുഷ്യ കർമ്മങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ജീവിതത്തിലാണ് പഠിപ്പിച്ചു തന്നുള്ളത്. ചിന്തിക്കാൻ ഗൗരവം പഠനത്തിന് തലബിൽ ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം മുസ്ലിമ. മറ്റ് സുന്നത്താണ്. ദിക്ർ ദുആകളൊക്കെ സുന്നത്താണ്. സുന്നത്തായ അമൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ഫർദായ അമൽ കാണുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ കാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സുന്നസ്കരിച്ചുകൊണ്ടിരിക്കും. ഉടനെ ആ നിസ്കാരത്തിന് ചേർന്ന് നിന്നോളണം. കാരണം എന്താണ്? നമുക്ക് ഈ സുന്നത്തായ അമലിന് കിട്ടുന്നതെങ്കിൽ എത്രയോ കോടി ലക്ഷങ്ങൾ കോടികൾ ഇരട്ടിയാണ് ഫർദിന് കിട്ടുന്നത്. അപ്പോൾ സുന്നത്തിൽ നമ്മൾ കഴിഞ്ഞു കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ബോംബെയിലേക്ക് പോയി നോക്കുമ്പോൾ കാണാം ഇത്
നിസ്കാരം അവിടെ നടക്കുന്നുണ്ടാവും, സുനിസ്കാരം നടക്കുന്നുണ്ടാവും. ആളുകൾ വന്നുകാണ്ട് സുന്നസ്കരിക്കുക, എന്നിട്ട് അതിൽ ചേരുള്ളൂ. കാരണം സുബിയെ കുറച്ച് ദീർഘ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ. ഇന്ന് എന്ത് ചെയ്യുന്നു, നിന്ന് ഇരുന്നൊക്കെ നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം നടക്കുന്നുണ്ടാവും, ചേരൂല. അത് തെറ്റാണ്, ശരിയല്ല. കാരണം എന്താണ്, ആ സുന്നത്തിനേക്കാളും എത്രയോ നമ്മൾ സുബഹിക്ക് മുമ്പ് സുന്നസ്കരിച്ചിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്ത് പറഞ്ഞു, നിങ്ങൾ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തന്നു, സുബഹിക്ക് ശേഷം നമസ്കരിക്കണം. യാത്രയിൽ പോലും നമസ്കരിക്കാത്ത ഉപേക്ഷിക്കാത്ത 2 സുന്നത്ത് നമസ്കാരങ്ങളായിരുന്നു. എന്ത്? ഒന്ന് രാത്രി നമസ്കാരം, മറ്റൊന്ന് സുബഹിക്ക് മുമ്പുള്ള സുന്നസ്കാരം. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല, മറ്റെല്ലാ സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, രാത്രിയിൽ ഉപേക്ഷിച്ചിരുന്നു. അപ്പോൾ നമസ്കാരം പോലും 4 റക്അത്ത് 2 നിസ്കരിച്ചിരുന്നു. അത് നമുക്ക് അറിയാവുന്നതാണ്, അതിന് ഗൗരവം മനസ്സിലാക്കുക. അപ്പോൾ എന്തല്ല, സുന്നസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചിരുന്നില്ല, എന്നാൽ ഇന്ന് രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിരുന്നില്ല. എന്ന പോലെ തന്നെ സുബഹിക്ക് മുമ്പുള്ള സുന്നസ്കാരം ഉപേക്ഷിച്ചില്ല. അഥവാ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല എങ്കിൽ സുബഹിക്ക് ശേഷം നിസ്കരിച്ചതിന് ശേഷം നമസ്കരിച്ചോളിയും നമ്മൾ പറഞ്ഞു, അനുവാദം തന്നു. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ചീത്ത സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചീത്ത സ്വഭാവങ്ങളെ നമ്മൾ എടുത്തു കളയണം, നീക്കിക്കളയണം. നമുക്ക് എന്താണോ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ മുഖേന, അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം. കാര്യത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധ വേണം എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഓതി വെച്ച ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസരിക്കാം. പുതിയ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. 1.5 വർഷത്തോളമായി നമ്മളവിടെ ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട്. ഈ കാലഘട്ടത്തിലൊന്നും ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. അതായത് ഇന്നത്തെ വിഷയം എന്താണെങ്കിൽ, യഹൂദികളും അതേപോലെ മുശ്രിക്കുകളും അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊരു വാദം എന്തായിരുന്നു ഉന്നയിച്ചിട്ടുണ്ട്. ആ വാദത്തെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. എന്താണ്? മാത്രമല്ല അള്ളാഹു വിവാഹം ചെയ്തിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ആരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്? ജിന്നുകളെ, ജിന്ന് നേതാക്കന്മാരെ മക്കളെ എന്ത് ചെയ്തു? വിവാഹം ചെയ്തു. അപ്പം അള്ളാഹു പുരുഷനാക്കി ജിന്നുകളെ എന്ത് ചെയ്തു? വിവാഹം ചെയ്തു. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ നമ്മളെ കാര്യം പറയാൻ സാധിക്കുക? മനുഷ്യരെ സ്വഭാവങ്ങൾ എങ്ങനെ അള്ളാഹുവിന് വഹിച്ചു കൊടുക്കുക? പറ്റൂലല്ലോ. എന്ത് ബമ്പിച്ച ശിർക്കാണ് കാര്യം. എന്നിട്ടോ പെൺമക്കള് മലക്കുകളൊക്കെ അള്ളാഹിൻ്റെ മക്കളാണ് വാദം. അതേ മറ്റൊരു വാദം സുബൈർ ഏത് അതാണ് ആ പേരുണ്ട്, സുബൈർ ഞാൻ വന്നു പറഞ്ഞത്. ഉസൈർ അള്ളാഹിൻ്റെ മകനാണെന്നുള്ള വാദം. എൻ്റെ പേര് ഈസാ നബി സ്വലാം അള്ളാഹിൻ്റെ മകനാണെന്നുള്ള വാദം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല വളരെ കഠിനമായി ഖുർആനിൽ വിരോധിച്ച കാര്യങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹു ഖാലിഖ്, അവന് സൃഷ്ടാവ്, മറ്റുള്ളവർക്ക് സൃഷ്ടികൾ, മഖ്ലൂഖ് നമ്മളൊക്കെ തന്നെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്, ഭൗതികം അഭൗതികം ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൊണ്ടുവരും. ഗൈബ് ഷഹാദത്ത് ഇത് പഠിപ്പിച്ചതുണ്ട്. ഗൈബായ കാര്യങ്ങൾ, ഷഹാദത്ത്, ദൃശ്യം അദൃശ്യം എന്നല്ലാതെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഭൗതികം അഭൗതികം പറയാൻ പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും സൽസബിയിലോ അല്ലെങ്കിൽ അൽമനാറിലോ അല്ലെങ്കിൽ കുഞ്ഞീദ് മൗലവിയുടെ ഗ്രന്ഥത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമാണമല്ല. അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുണ്ടോ? ക്ഷേനം പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് സംഘടനക്കാർ പറഞ്ഞാൽ അത് പ്രമാണമാണ്. ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മഹാന്മാർ പറഞ്ഞാൽ അതങ്ങനെ പ്രമാണമാണ്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അംഗീകരിക്കുന്ന പ്രമാണമാണോ? അതായിരിക്കും നാം സ്വീകരിക്കേണ്ടത്. അതിനാണ് ബലമുള്ളത്. മറ്റൊക്കെ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. സത്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അസത്യം മാഞ്ഞു പോകും. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യം ആയത്തുകളെയും വിശദീകരിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ വിഷയത്തിലാണ്. അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അത് കള്ള ആരോപണമാണ്. അല്ലാഹു തആല നിഷേധിക്കുന്ന വിഷയമാണ്. എന്ത്? അള്ളാഹുവിന് മലക്കളുണ്ട്. അള്ളാഹുവിന് മലക്കൾ ശരിയാണല്ലോ. അള്ളാഹുവിന് അത് ആരോപണമല്ല, ശരിയാണ്, വിശ്വസിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ മലക്കളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് എന്തിനു വേണ്ടിയിട്ട് അവരെങ്ങനെ പറഞ്ഞു വെക്കേണ്ടത്? എന്നിട്ട് അള്ളാഹുവിൻ്റെ മക്കളോട് വല്ല കാര്യം പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് എന്ത് ചെയ്യും? അവർ പറഞ്ഞോളും, ശുപാർശ ചെയ്തോളും. മനസ്സിലാണ്ട?
ഇടയാളന്മാരാക്കുക. ഇപ്പം നമ്മളെ സമസ്തക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, മഹാന്മാരെ ആളുകളെ എന്ത് ചെയ്യുന്നു, ഇടയാളന്മാരാക്കുന്നു. എന്നിട്ട് അവരോട് സങ്കടം പറയുന്നു, റസൂലുള്ളാഹിനോട് പാപമോചനം തേടുന്നു. അതേപോലെ തന്നെ മരിച്ചു മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. എന്നിട്ട് എന്തോ അവർ സങ്കടം പറയുന്നു, ശുപാർശക്കാരയക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇക്കൂട്ടരൊക്കെ അള്ളാഹുവിൻ്റെ അടുപ്പ് ശുഭാനന്ദല്ല, ഇക്കൂട്ടരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്ക് ശുപാർശക്കാരാവുന്നു. മറ്റൊന്ന് ഇല്ല സുൽഫ, ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇവരെ ആരാധിക്കുന്നില്ല. അപ്പം അവരെ ബിംബങ്ങൾ ഉണ്ടാക്കിയും ഇല്ലാതെയും എന്ത് ചെയ്യുന്നു, അള്ളാഹുലേക്ക് അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ആരാധനകളെ ഇത്തരക്കാർക്ക് അർപ്പിക്കുന്നു. അത് ഗൗരവമായ കാര്യം. അതിന് വേണ്ടിയിട്ടാണ് മക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവരോട് പറഞ്ഞാൽ മതി കാര്യം. അള്ളാഹുലേക്ക് നമുക്ക് നേർക്കാണ്ട് അടുക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത അതെന്താ തെറ്റാണ്. അള്ളാഹു താല എന്താ പറഞ്ഞുള്ളത്? നമ്മൾ നേർക്ക് ചോദിക്കാനും നേർക്ക് പറയുവാനുമാണ് അള്ളാഹു പഠിപ്പിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചെന്നില്ലേ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ മനസ്സിലാക്കുക. ഇനിയും മറ്റ് ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യം വിശദത്തിലേക്ക് പോകാം. അതുകൊണ്ട് അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹു വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാൻ പോലും പറ്റാത്ത ഗുരുതരമായ പാപമാകുന്നു. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നമ്മൾ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, സുബ്ഹാനല്ലാഹി തആല അമ്മാ യുശ്രികൂൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യം നിഷേധിച്ച് കളയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഓതി വെച്ച ആയത്തെ അർത്ഥം പറഞ്ഞ് നമുക്ക് ഒരു ഹദീസ് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. വിശദീകരണത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. വിശദീകരണം പറഞ്ഞുവല്ലോ. വജാലു ബൈനഹു വബൈനൽ ജിന്നത്തി നസബ. വജാലു അവർ ഉണ്ടാക്കുകയും ചെയ്തു. സൂറത്തെ സഫാത്ത് 158 വചനം. വജാലു അവർ ഉണ്ടാക്കുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടു കേട്ടോ. മുശ്രിക്കീങ്ങളൊക്കെ ഉള്ള ശിർക്കീങ്ങളൊക്കെ തന്നെ, യഹൂദന്മാർ, നസ്രാണികൾ, മുശ്രിക്കീങ്ങളൊക്കെ തന്നെ, മക്കയിൽ മുശ്രിക്കീങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. ബൈനഹോ അവനക്കിടയിൽ, അള്ളാഹുവിൻ്റെ ഇടയിൽ, ഒബൈനൽ ജിന്നത്തി ജിന്നുകൾക്കിടയിൽ എങ്കിലും നസബ ഒരു വിവാഹബന്ധം ഉണ്ടാക്കി, കുടുംബം ഉണ്ടാക്കി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ, ഇനി വിശദീകരണം ആവശ്യമില്ല. വെച്ചു. അത് വന്ന് ഗുരുതരമായ തെറ്റാണ് കേട്ടോ. ശേഷം പറയും സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അതിനുശേഷം പറയുന്നുണ്ട് അവർ പറഞ്ഞതിൽ വളഞ്ഞു വരുന്ന അല്ലാഹു തആല ഇത്ര പരിശുദ്ധനാവുന്നു എന്ന്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മൾ അപ്പം തന്നെ അവൻ സുബ്ഹാനല്ലാഹ് പറയണം. കാരണം അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വജാലു അവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ബൈനഹു അവർക്കിടയിലും അള്ളാഹുവിൻ്റെ ഇടയിലും, ബൈനൽ ജിന്നത്തി ജിന്നുകൾക്കിടയിലും. ജിന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷീറിനോട് ആവശ്യമുണ്ട്. മറിഞ്ഞ് നമുക്ക് കാണാവുന്ന പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാത്ത ഒക്കെ എന്താണ് സൃഷ്ടികൾ, അതാണ് സൃഷ്ടികൾ. മലക്കുകളും ജിന്നുകളും ഒക്കെ ഒപ്പിടും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് ചില വിഷയം നൽകിയിട്ടുള്ളത്. ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക. മലക്കുകളും ജിന്നുകളും, ജിന്ന് വർഗം എന്ന് പറഞ്ഞാൽ അതിൽ മലക്കുകളും പെട്ടു. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അദൃശ്യമാണല്ലോ അവരുള്ളത്. അപ്പോൾ അവരൊക്കെ തന്നെ നമുക്ക് ജിന്നത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത്ര മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് വിശദീകരണം വരെ പോകാം. അപ്പോൾ ജിന്നുകൾക്കിടയിൽ എന്ത് ചെയ്തു, വിവാഹം എന്നുണ്ടാക്കി. കാര്യം പറഞ്ഞല്ലോ, അള്ളാഹു വിവാഹം ചെയ്തിട്ടുണ്ട് ജിന്നുകളെ. എന്നിട്ട് അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യണം, എന്ത് ചെയ്തു, അവരെ മക്കളാണ്, പെൺമക്കളാണ്, മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നായിരുന്നു അവരുടെ വാദ്യം. അതാണ് ജാലു ബൈനഹു ബൈനൽ ജിന്നത്തി നസബൻ. നസബൻ കുടുംബബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവരെന്ത് ചെയ്തു, ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. എന്നിട്ടോ ഉണ്ടാക്കി വെക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുക. വലഖദ് നിശ്ചയം അലിമത്തിൽ ജിന്നത്തു നിശ്ചയമായ ജിന്നുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇന്നഹും നിശ്ചയമായ അവർ ലം ഹദറൂൻ ഹാജരാക്കപ്പെടും. ഖിയാമത്ത് നാളിൽ എന്ത് ഹാജരാക്കപ്പെടും? വിചാരണ മുമ്പ് ഹാജരാക്കപ്പെടും. അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് മുമ്പ് എന്ത് അവരൊക്കെ ഹാജരാക്കപ്പെടുന്ന കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്താവുന്നു, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവിടെ ചെറു വിശദീകരണം ആവശ്യമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ സുബ്ഹാനല്ലാഹ് അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനും അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു. ഇത്തരം കാര്യം പഠിക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയം ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പിന്നീട് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹദീസ് പറയുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹിയുൽ മസാബിഹ. ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എണ്ണ കൊണ്ടായിരുന്നു. മനസ്സിലാക്കുക. അതുകൊണ്ട് എങ്കിലും ഇപ്പോഴും നമുക്ക് എന്താണ് ആ നിയമം ഭാഗം തന്നെയാണ്. അദ്ഹിയു മസാബിഹ ഇദാ റഖത്തും. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ വിളക്കുകളൊക്കെ ഊതിക്കെടുത്തുക അദ്ഹിയു. അപ്പോൾ നമ്മൾ ഓഫാക്കുക കേട്ടോ. ഇദാ റഖത്തും വഗല്ലിഖുൽ അബ്വാബ, വാതിലുകളൊക്കെ അടക്കുക. ഓക്കുൽ അസ്ഖിയത്ത
തോൽപാത്രങ്ങൾ, വെള്ളം നിറച്ച തോൽപാത്രങ്ങൾ, പണ്ട് അങ്ങനെയൊക്കെ വെള്ളം നമുക്ക് പാത്രങ്ങളിലല്ലായിരുന്നു, തോൽപാത്രങ്ങളായിരുന്നു. അത് നിങ്ങളിത് കെട്ടിവെക്കുക, അതിലേക്ക് മൂടി വെക്കുക, എന്നിട്ട് കെട്ടിവെക്കുക കേട്ടോ. ഹമ്മിറുൽ താമ ഷറാബ, എന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളുണ്ടെങ്കിലൊക്കെ മൂടി വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ വിശദീകരണം കൂടാതെ അറിയാവുന്ന കാര്യങ്ങളാണ്. പഠിക്കുക, മനസ്സിലാക്കുക, നമ്മൾ ഉൾക്കൊള്ളുക, മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കൂട്ടി അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് പോകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അള്ളാഹുവേ, ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാലങ്ങൾ കൊണ്ടും ശാരീരികവും മാനസികമായും ഞങ്ങളിൽ നിന്ന് വളരെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളൊക്കെ നിനക്കറിയാം. ഞാൻ ഓരോരുത്തർ പ്രയാസങ്ങളും നിനക്കറിയാം തമ്പുരാനെ. അതൊക്കെ നീ ഞങ്ങൾക്ക് നീക്കി തന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിച്ച് അത് ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ഇഷ്ടപ്പെട്ട മുഖ്ലിസീങ്ങളായ അടിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വിചാരം കൂടാതെ തന്നെ ഞങ്ങളെ എല്ലാവരും നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് തമ്പുരാനെ. അതേപോലെ തന്നെ ഞങ്ങളിൽ ഒരുപാട് ആൾ രോഗികളായിട്ടുണ്ട്, ഞങ്ങളും രോഗികളായിട്ടുണ്ട്, പലരുണ്ട്. ഞങ്ങളും രോഗികളാണ്, അവശരന്മാരാണ്, പ്രായാധിക്യം കൂടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ തന്നെ. പലരും ആശുപത്രിയിലുണ്ട്, പലരും ഞങ്ങൾ വസിയത്ത് ചെയ്യുന്നുണ്ട്. അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. അങ്ങനെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഖുർആനും ഹദീസും പഠിച്ചറിയുവാനും അത് മാതൃകയായി ജീവിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന നിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാരെ കൂട്ടിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കണമേ നാഥ. നരകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണമേ നാഥ. പിശാചിൻ്റെ ശരീരത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരാൻ തമ്പുരാൻ. ഞങ്ങൾ വഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പഠിച്ച തമ്പുരാനെ. അത്രക്കും ശക്തമാണ് അവൻ്റെ തന്ത്രം. ഞങ്ങൾ മറപ്പിച്ചു പറയുന്ന കുറേ കാര്യങ്ങളും. അതുകൊണ്ടൊക്കെ തന്നെ പിശാചിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.